ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡയറക്ടർ വിനീതേട്ടൻ, പ്രൊഡ്യൂസർ വിശാഖേട്ടൻ, അതിനകത്തെ ആക്ടറായ നമ്മുടെ സ്വന്തം അയച്ചേട്ടൻ ആൻഡ് മ്യൂസിക് ഡയറക്ടർ പ്ലസ് ആക്ടറായ ഷാനിക്ക. വെൽക്കം ടു ഷോ. താങ്ക് യു. ഫസ്റ്റ്ലി വിനീതേട്ടൻ നമ്മുടെ ഡയറക്ടറിനോട് തന്നെ ചോദിക്കാം, എന്താണ് വർഷങ്ങൾക്ക് ശേഷം 2 വർഷത്തിന് ശേഷം വിനീതേട്ടൻ ഒരു മൂവി തിയേറ്ററിലേക്ക് വരുന്നത്? ശരിക്കും എക്സ്പെക്ടേഷനോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. എന്താ മൂവിനെ പറ്റി പറയാനുള്ളത്? ആദ്യം തന്നെ ഒരു തിരുത്ത്, ഷാൻ ഇതിലെ മ്യൂസിക് ഡയറക്ടർ അല്ല, പ്രധാന നടൻ അല്ല, നടനാണ്. അല്ലല്ല, നമുക്ക് വളരെ പ്രധാനപ്പെട്ട നടനാണ്, വളരെ പ്രധാനപ്പെട്ട നടനാണ്. നല്ല ഈ പടത്തില് അവന്റെ അസുഖം നിനക്ക് വരാൻ പാടില്ല. ഇത് മണ്ടനായ ഇത് ഇന്ന് എനിക്കിട്ടാണോ നടുക്കിരിക്കുന്നവർക്കാ കിട്ടുന്ന? ശരി കേട്ടോ. നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്? സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? 11-ാം തീയതിയാണ് റിലീസാകുന്നത്. വെണ്ടക്കാക്ഷരത്തിൽ പുറകിൽ ഫ്ലെക്സിൽ, എല്ലാ ഫ്ലെക്സിലും വിശാഖ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കാശ് മുടക്കി ചെയ്യിപ്പിച്ചതാണ്. അതിനുവേണ്ടിയല്ലേ ചെയ്തേ? ഞാൻ കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞു, പിന്നെ ഇവരെ ഉള്ളവരെ പറഞ്ഞു കുറച്ച് ഇങ്ങോട്ട് വെക്കാം. 11 നോക്ക്, എത്ര 11 നമുക്ക് 11 പറഞ്ഞോണ്ടിരിക്കാം. 11-ാം തീയതിയാണ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളും വിഷു ഒക്കെ ഒന്നിച്ച് വരുന്ന ഒരു അപൂർവ സീസണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണട്ടെ. സാധാരണ ക്ലോസിങ്ങിന് പറയുന്നതാ ഇത്. നമുക്ക് അത് വെച്ച് തുടങ്ങാം. അപ്പം ഈ മൂവിയുടെ ട്രെയിലർ കാണുമ്പോൾ സിനിമ മോഹിച്ച് നടക്കുന്ന 2 പേർ, അല്ലെങ്കിൽ 2 പേരെന്നല്ല, എല്ലാവരും സിനിമ മോഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫുള്ള് സിനിമയെ പറ്റിയാണ് പറയുന്നത്. സിനിമ. സോ അങ്ങനെ ഫുള്ള് മൂവിയിൽ സിനിമയിൽ കിട്ടി സക്സസ് ആവുന്ന അങ്ങനെ ഒരു ജോണറാണോ ഇതിൻ്റെ ത്രൂ ഔട്ട് സ്റ്റോറി വരുന്നത്? ഇത് സിനിമയെ പറ്റിയിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരാണ് പുറത്തൊരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അക്കാഡമിക്കലി പോകുന്ന ആൾക്കാർ ഒരു പല എക്സാംസും എഴുതിയിട്ട് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി പഠിക്കണം, ഇന്ന രീതിയിലുള്ള ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആസ്പിറേഷൻസ് ഉള്ള മനുഷ്യന്മാരാണല്ലോ നമ്മുടെ ചുറ്റുമുള്ളത്. എസ്പെഷ്യലി മലയാളികൾ നമുക്ക് ഡ്രീംസ് കൂടുതലുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുള്ള സിനിമയായിരിക്കും ഇതെന്നാണ് തോന്നുന്നത്. സിനിമ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, കാണുന്നവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു തൊഴിൽ പ്രവർത്തന മേഖലയാണിത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സംഗതി പറയുമ്പോൾ നമ്മുടെ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള വേർഷനാണല്ലോ വരിക. അപ്പോൾ അത് ആൾക്കാർക്ക് പ്രതീക്ഷിക്കാം. ഹാപ്പി ആയിട്ട് എല്ലാവർക്കും നല്ലൊരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി കാണാം അല്ലേ? തിയേറ്ററിൽ പോയി കാണുക. എക്സ്പെക്ടേഷൻ എത്രത്തോളം അത് വിശാഖ് പറ. എക്സ്പെക്ടേഷൻ വെക്കണം. പ്രൊഡ്യൂസർ മാത്രമല്ല, വിശാഖേട്ടൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആക്ഷൻ മാത്രമേ ഉള്ളൂ വിളിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അഭിനയിച്ചിട്ടില്ല. ഇല്ല. പിന്നെ സിനിമ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം. ടിക്കറ്റ് എടുത്ത് കാണണം. ടിക്കറ്റ് എടുക്കാണ്ട് കാണാൻ പറ്റില്ലല്ലോ. ഇല്ല അല്ല, ഞാൻ എടുത്ത് പറയാൻ മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഇവിടെ കുറെ പറഞ്ഞിരുന്നു, നിങ്ങളെല്ലാം വന്ന് കാണണം, ഞാൻ എടുത്തു തരാൻ ടിക്കറ്റ് എന്നെല്ലാം പറഞ്ഞിരുന്നു. അല്ല, അത് ഞാൻ ശംഭുവിനോട് പറഞ്ഞതാ, പേഴ്സണലി പറഞ്ഞത്. സിനിമ എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച മിക്സിങ് കഴിഞ്ഞു. വിനി നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാം ഇതൊരു ഡ്രീം പ്രോജക്റ്റാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. പിന്നെ പടം ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്കൊരു ഭയങ്കര പടം കണ്ടിട്ട് ഞാനും വിനീതും ആദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹഗ്ഗാണ് കൊടുത്തത്. കാരണം ഒരു ലോങ് ജേർണി ആയിരുന്നു ഈ പടത്തിൽ. സോ ഇതൊരു തിയേറ്ററിൽ എത്തിയിട്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷനും കാണാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്കിപ്പോൾ ഉണ്ട്. സോ എല്ലാവരും പടം വന്ന് കാണുക. ഈ ബിഹൈൻഡ് ദ ക്യാമറ ആസ് എ പ്രൊഡ്യൂസറായി നിന്നിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇൻ ഫ്രണ്ട് വന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ? പെട്ടെന്നായിരുന്നു വന്നതും പോയത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അല്ല, പ്രൊഡ്യൂസർ ആയിരിക്കുമ്പോൾ വിനീതേട്ടനോട് ഓർഡർ ചെയ്യാം, ആക്ടർ ആയിരിക്കുമ്പോൾ വിനീതേട്ടൻ ഓർഡർ ചെയ്യാം. നേരെ തിരിച്ചാ. ഇവിടെ ഓർഡറിന്റെ കാര്യത്തിൽ ഒറ്റ ഒരാളെ ഓർഡർ ചെയ്യാറുള്ളൂ. ചില സമയത്ത് ഞാനാണോ പ്രൊഡ്യൂസർ, എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രൊമോഷന്റെ സമയത്ത് കംപ്ലീറ്റ് ഓർഡർ വിശാഖാണ്. ഞാൻ ചോദിക്കും, വിശാഖ ഇന്ന് എത്രയുണ്ട്? ഇന്ന് 15 ഇന്റർവ്യൂ. വിശാഖ കുറച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. 15 അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഓർഡർ ഇടുന്നത് രാജുവേട്ടൻ ഇതൊക്കെ ചെയ്യാമെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ചെയ്യാം. അയ്യോ, അങ്ങനെ പറയല്ലേ. അല്ല, പുള്ളി ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഇത് ചെയ്യണം എന്നാണ് എന്റെ.
നമുക്ക് എടുത്തെറിയാൻ ഒരുത്തനുണ്ടല്ലോ, നമ്മൾ എറിഞ്ഞില്ല അവനെ. നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ ഇന്നലെ വന്ന് കംപ്ലീറ്റ് പിന്നെ തീർത്തിട്ട് പോയി. 32 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ധ്യാനേട്ടൻ, അതെ 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 അതെ. എനിക്ക് മിസ്സായിപ്പോയി. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എടുത്താൽ ഇനിയും കൂടി വിട്ടു. ഇരുത്തണം. എന്നാ? അല്ല പേടിക്കണ്ട, ഇനിയും തുറപ്പ് വരും. ചീട്ട്. അതെ. ഇനിയും നമ്മുടെ പടം റിലീസ് ആയിട്ട് ഒരു സെക്ഷൻ ഓഫ് ഇന്റർവ്യൂവിന് ഡേറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. അതെ. ധ്യാനേട്ടനെ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ. പക്ഷെ മിസ്സായിപ്പോയി. ഞാനതിൽ ഭയങ്കര കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു അല്ലേ? അതെ. വേണ്ടായിരുന്നു അതൊക്കെ.